ഹായ് ഹലോ നമസ്കാരം. പ്രോപ്പർട്ടി എസൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കരുവാറ്റ എന്ന സ്ഥലത്ത് റെനോവേഷൻ എല്ലാം കംപ്ലീറ്റ് ആയ ഒരു അടിപൊളി വീടിന്റെ മുന്നിലാണ്. കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അൽമേഘ ഹോംസിന്റെ ഏറ്റവും റീസെന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെനോവേഷൻ കഴിഞ്ഞ ഒരു വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 4 ബെഡ്റൂം ഹൗസ് ആണ്. ഓൾമോസ്റ്റ് 5000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ലാൻഡ്സ്കേപ്പും 5000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ ഇനി അകത്തെ വിസ്മയങ്ങൾ ഒരുപാടുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ ഇരുന്നാൽ കാര്യം നടക്കത്തില്ല, നമുക്ക് അകത്തേക്ക് പോകാം. ഞാൻ നിൽക്കുന്ന ഈ ഒരു സിറ്റ് ഔട്ട് നിങ്ങൾ കാണാം, അതിവിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഇതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള സന്തോഷ് സാറിനും സുമ മാമിനും ആകെയുള്ള ഒരു റിക്വയർമെൻറ്റ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം ഓൾഡ് ഹോമിൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം നിലനിർത്തിക്കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ആകെയുള്ളൊരു റിക്വയർമെൻറ്റ്സ്. അതിനൊട്ടും കോട്ടം തട്ടാതെയാണ് അൽമേഘ ഹോംസ് ഈ ഒരു ഹോം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം, ഇതൊരു പണ്ടത്തെ കാർ പോർച്ച് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വൈഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഒരു സിറ്റ് ഔട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പില്ലേഴ്സൊക്കെ ഓൾറെഡി പഴയ വീട്ടിൽ ഉണ്ടായിരുന്നത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് വേഗം തന്നെ അകത്ത കാഴ്ചകളിലേക്ക് പോകാം. യെസ്, അപ്പൊ നമുക്ക് ഈ ഒരു ഹോം ടൂർ, ഈ ഫുൾ വീടൊന്ന് കാണുന്നതിന് മുന്നേ ഇതിന്റെ ഓണേഴ്സിനെ പരിചയപ്പെടാം. നമ്മുടെ ഗൃഹനാഥയും പരിചയപ്പെടാം. ഇതിന്റെ ഓണർ മിസ്റ്റർ സന്തോഷ് സർ, സാറിന്റെ വൈഫ് മിസ്സിസ് സുമ മാം, സാറിന്റെ മകനാണ്, ഒരു മകളുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ ഇല്ല, ജോബിലാണ്. ആൻഡ് സുമ മാമിന്റെ പാരൻസ് രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരാണ് ഈ ഒരു സ്വർഗത്തിൽ താമസിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയും. ഭയങ്കര സന്തോഷ് സർ, ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നല്ല നാച്ചുറൽ ലൈറ്റ്സ് ഒരുപാട് കടന്ന് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ സാറിനോടാണ് ആദ്യത്തെ എൻ്റെ ഒരു ഇത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, സാറിൻ്റെ ഓൾഡ് ഹൗസ് ആയിരുന്നു, അതിൻ്റെ റെനോവേഷൻ ചെയ്ത് അതിൻ്റെ ഒരു വലിയ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ മാക്സിമം സൂപ്പറാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ മനസ്സുകൊണ്ട് എന്താണ് ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഫീലിംഗ് ഒന്ന് ഷെയർ ചെയ്യാം? കുറേ നാളത്തെ ആയിട്ട് വെച്ച് തന്നൊരു ആഗ്രഹം നമ്മൾ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ലൈഫിലെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് വയ്ക്കുക. അത് അവസാനം ചെയ്തു. പല അറ്റംപ്റ്റ്സ് ചെയ്തെങ്കിലും അവസാനം വളരെ നന്നായിട്ടത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഉണ്ട്. നോർമലി നമ്മൾ കാണുന്നതെന്ന് വെച്ചാലോ വേറെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ വന്ന് കയറുമ്പോൾ. ഇത് വെറൈറ്റി ആയിട്ട് ഒരു 3D വാൾ പെയിന്റിങ്, അതാണ് നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. എന്താണ് പെട്ടെന്ന് അത് സുമ മാമിന്റെ ഒരു റിക്വയർമെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഈ ഒരു വാൾ പെയിന്റിങ്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് മാമിന് മനസ്സിലുണ്ടായത്? ഇത് പഴയ വീടായിരുന്നു, അപ്പം ഇവിടെ ഒരു വാൾ പെയിന്റിങ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു കൊന്നയായിരുന്നു വരച്ചിരുന്നത്. അതും ഒരു മാവേലിക്കര ഒരു ആർട്ടിസ്റ്റാണ് വരച്ചു തന്നത്. അപ്പം ഇത് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആ പെയിൻറ്റിങ് ടച്ച് ചെയ്യരുത്, അല്ലാത്ത പണികൾ എന്ത് വേണേലും ചെയ്തു വന്നു. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം മാറ്റേണ്ടി വന്നു. അപ്പോൾ ഈ ഭിത്തിയുടേതും ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ പെയിൻറ്റിങ് മുഴുവൻ നശിച്ചുപോയി. അങ്ങനെ ഞാൻ പിന്നീട് ആ ആളിനെ തന്നെ വിളിച്ച പുള്ളി പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് വേറെ ചെയ്യാം, ഒരു 3D എഫക്റ്റിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി ചെയ്തു തന്നതാണ് ഈ വർക്ക്. യെസ്, അപ്പൊ നമുക്ക് ഇനി സുമ മാമിന്റെ അച്ഛനെ പരിചയപ്പെടാം. സാറിന്റെ പേരൊന്ന് പറയാം. ശ്രീധരൻ നായർ. സാർ, നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഇതൊരു റിനോവേഷൻ ചെയ്ത വീടാണ്. ഒബ്വിയസ്ലി അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് പഴയ വീടെന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു വലിയ കോട്ടം തട്ടാതെ എന്നാൽ പുതിയ രീതിയിൽ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ സാറിന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്? ഞാനും ടോമിയായിട്ട് ഇത് പഴയ വീടല്ലേ, 10-20 വർഷമായ വീടാണ്. അപ്പോൾ എന്തെങ്കിലും അത് വ്യത്യാസം വരുത്തണമെങ്കിൽ മിസ്റ്റർ ടോമി എന്നെ വിളിച്ച് ചോദിക്കും, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു അഭിപ്രായം ചോദിക്കും. അതൊരു നല്ല കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് സോൾവ് ചെയ്ത് ടോമി അങ്ങനെ കാര്യമായിട്ട് സഹകരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് പഴയ വീടെന്ന് പറയുമ്പോൾ. അപ്പൊ അതിനൊരു കോട്ടം തട്ടാതെ എന്നാൽ പുതിയ രീതിയിൽ വേണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സാറിന്റെ മനസ്സിൽ വിചാരിച്ച രീതിയിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? കൂടുതലും മെച്ചമായിട്ട് തന്നെ അത് ആയിട്ടുണ്ട്. സുമ മാമിന്റെ അമ്മയാണ്. നമ്മുടെ പേര് രുക്മിണി അമ്മ. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെയാണോ അതോ? അല്ല, ഞങ്ങള് തൊട്ട് പടിഞ്ഞാറ് വശത്താണ്. ഈ വീടിന് തൊട്ട് കുടുംബ വീടാ അത്. അതായത് ഇവിടെ നോക്കി അപ്പുറത്ത് കാണാല്ലേ? ഓക്കെ. അപ്പൊ അമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ റിനോവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ഏറ്റവും കുറെ നേരം ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ്?
ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഏറ്റവും ഇഷ്ടമാണ്. ഇത് കൂടാതെ അപ്പുറത്തൊരു സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് ഓക്കെ. അപ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് എല്ലാം കാണാം. അതിൽ വലിയ സന്തോഷം. വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ നല്ല വളരെ നല്ലതാണ്. അതുപോലെ മാഡം ഈ ഒരു 3D വാൾ പെയിന്റിംഗ് പോലെ തന്നെ വളരെ ഒരു ഇത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഈ ഒരു നെറ്റിപ്പട്ടം. നല്ല വലിയ സൈസിലുള്ള ഒരു നെറ്റിപ്പട്ടം 5.5 അടിയുടെ. 5.5 അടിയുടെ. ഇത് എന്താണ് മാഡം ചെയ്യിപ്പിച്ച് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണോ? ഇതും എറണാകുളത്തൊരു ലേഡി ചെയ്തു തന്നതാണ്. പേര് ദീപ എന്നാണ്. പുള്ളി സെയിൽസ് ടാക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ പുള്ളിയോട് ആവശ്യപ്പെട്ടപ്പം പുള്ളിക്കാരി ചെയ്തു തന്നതാ. ചെയ്തു തരാമെന്ന് പറഞ്ഞ് 5.5 അടിയുടെ ചെയ്തു. ഇപ്പൊ ഈ ഹൗസ് റിനോവേഷനൊക്കെ ശേഷം അല്ല ഇതും പഴയത് തന്നെയാണ്, പക്ഷെ നല്ല ഒരു പുത്തൻ പുതിയത് കണക്ക് ആ ഒരു ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഈ ഭിത്തിക്ക് അനുസരിച്ച് ചില 5.5 അടിയുടെ ഞങ്ങൾ അളന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ചെയ്തു തരാം. ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ ബട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു ഇത് രണ്ടും കൊണ്ട് തന്നെ മനോഹരമായി നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു സ്പേസിലോട്ട് പോയാലോ. ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ. ഇവിടെ TV യൂണിറ്റ്, അത് മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ഫിനിഷ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ കളർ ആൻഡ് ക്രീമും വൈറ്റും കോമ്പിനേഷനിൽ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് ചെയ്തേക്കുവാണ്. ഇതെല്ലാം റിനോവേഷൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ്. കൂടാതെ നിറച്ച് വിൻഡോസും ഉണ്ട്, അതുവഴി നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിൽ TV പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പകരം ഫാമിലി ഏരിയയിലാണ് TV പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാറിൻ്റെ ഓഫീസ് സ്പേസ്. സാറ് ദുബായിലാണ്. അപ്പോൾ സാറ് നാട്ടിൽ വരുമ്പോൾ ബാക്കി ഓഫീസ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാറിൻ്റെ ഓഫീസ് സ്പേസ് ആണിത്. തൊട്ട് ചേർന്ന് തന്നെ അമ്പലത്തിൻ്റെ മാതൃകയിൽ നല്ലൊരു പൂജാ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഓഫീസ് സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാർ, ആദ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയത് ഈ ഒരു വാളാണ്. ഇത് എവിടെ നിന്നാണ്, എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി? ഇത് ദുബായിൽ കുറേ നാൾ മുമ്പ് നമ്മുടെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുമല്ലോ. ആ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഗ്ലോബൽ വില്ലേജിൽ വെച്ചിട്ട് ഒരു സിംഗപ്പൂർ പവലിയനിൽ നിന്ന് കിട്ടിയ സാധനമാണ്. ശരിക്കും വാളാണ് അത്, അകത്ത് മൂർച്ചയുള്ളൊരു പീസ് ഉണ്ട്. പൂജാ റൂമിലേക്ക് വേണ്ടിയിട്ട് മാമിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? പൂജാ റൂം ആദ്യത്തെ ചെറിയ ഒരു ഷെൽഫ് അത് മാറ്റിയിട്ട് ഇത് ആക്ച്വലി ഇതൊരു ഞങ്ങളുടെ പഴയ TV യൂണിറ്റ് ആയിരുന്നു. ഓക്കെ, ഇത് ഇരിക്കുന്നത് ഇപ്പൊ ഇരിക്കുന്ന TV യൂണിറ്റ് പുതിയതാണ്. അവിടുന്ന് ഞാൻ അതേപോലെ എടുത്തോണ്ട് വന്ന് ഒരു വ്യത്യാസവും പറ്റാതെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന അത് നല്ല ഐഡിയ കേട്ടോ. പക്ഷെ നമുക്കത് മാഡം പറയുമ്പോഴാണ് അതൊരു ഷെൽഫ് ആണെന്ന് തോന്നുന്നത്. നമുക്ക് അല്ലാണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ഡോറോ കാര്യങ്ങളോ എന്തെങ്കിലും സ്പെഷ്യലി? ഇതൊക്കെ പഴയതാണ്. ഈ ഷെൽഫ് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ്. ഇപ്പോൾ മാം, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഓൾറെഡി ഈ സ്പേസ് ഉണ്ടായിരുന്നതാണോ അതോ നിങ്ങൾ ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ? ഈ ബുദ്ധയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്പേസ് ആണോ? ആക്ച്വലി നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂം എക്സ്റ്റെൻഡ് ഇപ്പം റിനോവേഷൻ നടന്നപ്പം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എഡ്ജ് വരെ ഇത് കൊണ്ടെത്തിക്കണമെന്നുണ്ട്, അങ്ങനെ വാസ്തുപ്രകാരം ഉണ്ട്. അപ്പോൾ ഈ ഭാഗം ഇവിടെയൊക്കെ ഈ വിൻഡോസ് ഇവിടം വരെ ഉള്ളായിരുന്നു പഴയ ഡൈനിങ് റൂം. അപ്പോൾ ഈ റൂം എക്സ്റ്റെൻഡ് ചെയ്തപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു, അത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ വിൻഡോ എടുത്ത് കളയുമ്പോൾ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവൂലേ, അങ്ങനെ പെർഗോള. അപ്പോൾ ഒരു ഐഡിയ വന്നു, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഐറ്റം വേണം. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പം ഇൻസ്റ്റയിൽ എനിക്ക് ഇതേ സെയിം ബുദ്ധയുടെ ഒരു ഇത് കിട്ടി. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം രാജസ്ഥാനിൽ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് അവർ കസ്റ്റമൈസ് ചെയ്തത് അങ്ങനെയാണ്. ഭയങ്കര നല്ല രസമുണ്ട്. വൈറ്റ് ബുദ്ധ, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് കാണാവുന്നതാണ്, അത്ര അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഇതിന് 400 കിലോയോളം മാർബിൾ ആണല്ലേ? ഇത് ബുദ്ധയ്ക്ക് 50 കിലോ. 450 കിലോയോളം ഉണ്ടല്ലേ? കൊറിയർ ചെയ്ത് വാങ്ങി സാധനം വരുത്തി. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും.
ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് സ്ട്രക്ചർ ഒഴിച്ച് ബാക്കി എല്ലാം റെനോവേഷൻ ചെയ്തതാണ്. ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്ക്സ് ആണെങ്കിലും ഒക്കെ റെനോവേഷൻ ചെയ്ത് പുത്തൻ പുതിയതാക്കി കഴിഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സ്റ്റെയർ, ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ വീട്ടിലെ സ്റ്റെയർ തന്നെയാണ്. നല്ല അടിപൊളി വുഡും വേറെ കാര്യങ്ങളും കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തു. പിന്നെ കൂടാതെ ഈ ഒരു സ്റ്റെയർ കയറുമ്പോൾ ഇവിടെ നല്ലൊരു ഷാൻഡിയർ കൊടുത്തിട്ട് അത് നല്ല ബുദ്ധൻ്റെ ഒരു ഹെഡൊക്കെ വരുന്ന, ഓരോ ബോൾസിനകത്ത് നല്ല ബുദ്ധൻ്റെ ഹെഡ്സ് വരുന്ന നല്ലൊരു അടിപൊളി ഒരു ഷാൻഡിയർ കൊടുത്ത് അങ്ങനെ ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കി എടുത്ത് ഈ ഒരു ഏരിയ ഇത്രയും സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പേഴ്സണൽ ലിവിങ് റൂമിലാണ്. പേര് പോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മനോഹരമായ മുഹൂർത്തങ്ങളൊക്കെ ഇതാ ഒപ്പിയെടുത്ത് വാളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് അത് കാണാനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് ഒരു മോഡേൺ ടച്ചിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വാൾസിലാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ വാൾ ആയിരുന്നു അല്ലേ അർജുൻ? ഇവിടെ വേറെ ഒരു റൂം ഉണ്ടായിരുന്നു, ബാൽക്കണി ആയിരുന്നു. അപ്പോൾ ആ വാള് മാറ്റിയിട്ട് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് ഇട്ട് അങ്ങോട്ടായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു വലിയ റൂം സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു സ്റ്റഡി കം ഡ്രസ്സിംഗ് ടേബിൾ അല്ലേ. ഇവിടെ ഇങ്ങനെ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്യാം ഈവനിങ് സമയത്ത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നല്ല രീതിയിലുള്ള സൺലൈറ്റ് അവിടെ നിന്ന് വരും. ഇത് ബാൽക്കണിയാണോ? ഇത് ബാൽക്കണിയാണ്. അപ്പോൾ അത്യാവശ്യം പുറത്തോട്ടൊക്കെ ഒന്ന് റിലാക്സ്. എനിക്ക് ഈവനിങ് സമയത്തൊക്കെ ഇരിക്കാൻ കുറച്ചുകൂടെ ഭയങ്കര ഒരു വൈബാന്ന് തോന്നുന്നു, പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഈ റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞതാണ്. ആക്ച്വലി ഇവിടെ ബാത്റൂം അല്ലായിരുന്നു, ബാത്റൂം അതിനെ ഫുൾ ഇടിച്ച് കളഞ്ഞിട്ട് ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു ബാത്റൂം അവിടെ പ്ലേസ് ചെയ്ത് അല്ലേ. അതുകൊണ്ട് കുറച്ചും കൂടെ റൂം നല്ല രീതിയിൽ വൈഡ് സ്പേഷ്യസ് ആയി. ഇതും അർജുന്റെ റൂം കണക്ക് പുറത്തേക്കുള്ള ബാൽക്കണിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാൽ ഹൈവേ കാണാൻ പറ്റും അല്ലേ, നല്ല വ്യൂ, മെയിൻ റോഡ് കാണാൻ പറ്റും. ഇത് ഈ വീടിന്റെ കാർ പോർച്ച് ഏരിയ ആണ്. ഇപ്പോഴത്തെ മോഡേൺ ശൈലിയിൽ തന്നെ വീട്ടിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു കാർ പോർച്ച് ഏരിയ വരുന്നത്. GI സ്ട്രക്ചറിൽ പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ്. കൂടാതെ ബ്രാൻഡഡ് ആയിട്ടുള്ള പോർച്ച് ടൈൽസ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇലക്ട്രിക് കാറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്പോട്ട് ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി പ്രോപ്പർട്ടി എസൻസിന്റെ പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.